Good morning, all. എൻ്റെ സെമിനാർ ടോപ്പിക് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. The process of job analysis is nothing but a data collection process. The main steps involved in job analysis are as follows. First one, organizing and planning for the programming. The first step in the process of job analysis is to organize and plan for the program. The company must decide who will be in charge of the program and must assign responsibilities to the designated persons. A time schedule and budget for carrying out the analysis of job should be also be prepared. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഫോർ ദ പ്രോഗ്രാം. എന്ന് വെച്ചാൽ പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ആർക്കാണ് പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് നൽകേണ്ടതെന്ന് കമ്പനി ഡിസൈഡ് ചെയ്തിട്ട് അതിന് നിയുക്തമായ വ്യക്തികൾക്ക് ആ റെസ്പോൺസിബിലിറ്റി നൽകുകയും ചെയ്യണം. ജോബ് അനാലിസിസ് പ്രോസസ്സിന് വേണ്ടിയുള്ള ടൈം ഷെഡ്യൂളും ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യുകയും വേണം. അതാണ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഫോർ ദ പ്രോഗ്രാമിൽ പറഞ്ഞത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഒബ്റ്റെയിനിങ് കറണ്ട് job design information. The job analyst should be obtained information from concerning the current design of the representative job. For this purpose, current job description and job specification, procedure manual, system flowcharts, etc. to be studied. അപ്പം ഒബ്റ്റെയിനിങ് കറണ്ട് ജോബ് ഡിസൈൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലെ തൊഴിൽ ഡിസൈൻ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ജോബ് അനാലിസ്റ്റ് പ്രതിനിധി ജോലിയുടെ നിലവിലെ രൂപകൽപ്പന സംബന്ധിച്ച് വിവരങ്ങൾ നേടണം. ഈ ആവശ്യത്തിനായി നിലവിലെ തൊഴിൽ വിവരവും ജോലിയുടെ സവിശേഷതകളും നടപടിക്രമങ്ങളും മാനുവൽ, സിസ്റ്റം ഫ്ലോചാർട്ട് തുടങ്ങിയവ പഠിക്കണം. അപ്പം ഇതൊക്കെയാണ് ഒബ്റ്റെയിനിങ് കറണ്ട് ജോബ് ഡിസൈൻ ഇൻഫോർമേഷനിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ്, കണ്ടക്ടിങ് നീഡ്സ് റിസർച്ച്. അതായത് the job analyst should be investigate to determine which organization, manager or staff people required job analysis or required job analysis or output from job analysis. The analyst should be determined for what purpose and to what extent job must be analyzed and now the information will be used. കണ്ടക്ടിങ് നീഡ്സ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം ആവശ്യമാണ് നടത്തുന്നത് എന്ന് പറയുന്നത്. ജോബ് അനാലിസ്റ്റ് അല്ലെങ്കിൽ തൊഴിൽ വിശകലനത്തിൽ നിന്നുള്ള ഓർഗനൈസേഷൻ ഔട്ട്പുട്ട് ആവശ്യമുള്ള സംഘടന, മാനേജർമാർ അല്ലെങ്കിൽ സ്റ്റാഫ് എന്നിവ നിർണ്ണയിക്കാൻ ജോബ് അനാലിസ്റ്റ് അന്വേഷിക്കണം. ഏത് ഉദ്ദേശത്തിലുള്ള എത്രമാത്രം ജോലികൾ വിശകലനം ചെയ്യുന്നു എന്നും വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും വിശകലന വിദഗ്ധർ തീരുമാനിക്കണം. അതാണ് കണ്ടക്ടിങ് നീഡ്സ് റിസർച്ചിൽ പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റീസ് ഇൻ ദ ജോബ് ടു ബി അനലൈസ്ഡ്. ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്കിംഗ് വിത്ത് വാരിയസ് ഓപ്പറേഷണൽ എക്സിക്യൂട്ടീവ്സ് ഷുഡ് ഐഡൻറ്റിഫൈ ദ ജോബ്സ് ടു ബി അനലൈസ്ഡ് ആൻഡ് ദ പ്രയോറിറ്റി ഓഫ് ഈച്ച് ജോബ് അനാലിസിസ്. എന്താണ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റി ഇൻ ദ ജോബ്സ് ടു ബി അനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യേണ്ട ജോലികളിൽ മുൻഗണനകൾ സ്ഥാപിക്കൽ. അതാണ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റീസ് ഇൻ ദ ജോബ് ടു ബി അനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വിവിധ പ്രവർത്തന നടത്തിപ്പുകാരോടൊപ്പം പ്രവർത്തിക്കുന്ന മാനവ വിഭവശേഷി വിഭാഗം വിശകലനം ചെയ്യേണ്ട ജോലികളും ഓരോ
തൊഴിലിൽ വിശകലനത്തിൻ്റെയും മുൻഗണനയെയും തിരിച്ചറിയണം. അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, 5th പോയിൻ്റ്, കളക്ടിങ് ജോബ് ഡാറ്റ. Collecting job data. The next step is to collect data about the selected job as they are currently being performed using established systematic techniques. അതായത് തൊഴിൽ ഡാറ്റ ശേഖരിക്കുന്നു എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുത്ത ജോലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. കാരണം അവ നിലവിൽ സ്ഥാപിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, റീഡിസൈനിങ് ദ ജോബ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റീഡിസൈൻ ദ ജോബ് ഇഫ് നെസസറി. റീഡിസൈനിങ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി രൂപീകരിക്കൽ എന്നാണ്. ആവശ്യമാണെങ്കിൽ ജോലി പുനർരൂപകൽപ്പന ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. ഇതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് 7th സ്റ്റെപ്പ്, പ്രിപ്പയറിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് ക്ലാസിഫിക്കേഷൻ. Job information which has been collected must be processed to prepare the job description form. It is statement showing full details of the executive activities of the job. Separate job description form may be used for various activities in the job and may be compiled later on. The job analysis is made with the help of these description forms. These forms may be used as reference for the future. പ്രിപ്പയറിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ വിവരങ്ങളും തൊഴിൽ വർഗീകരണവും തയ്യാറാക്കൽ. ശേഖരിച്ച ജോബ് വിവരങ്ങൾ തൊഴിൽ വിവരങ്ങൾ ഫോം തയ്യാറാക്കാൻ പ്രോസസ്സ് ചെയ്യണം. ജോലിയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക തൊഴിൽ വിവരങ്ങൾ ഫോമുകൾ ഉപയോഗിക്കുകയും പിന്നീട് സമാഹരിക്കുകയും ചെയ്യാം. ഈ വിവരങ്ങൾ ഫോമുകളുടെ സഹായത്തോടെയാണ് തൊഴിൽ വിശകലനം നടത്തുന്നത്. ഈ ഫോമുകൾ ഭാവിയിലേക്കുള്ള ഒരു റെഫറൻസ് ആയി ഉപയോഗിക്കാം. അപ്പം ഇത്രയാണ് പ്രിപ്പയറിംഗ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്പിംഗ് specification. Job specifications are also prepared on the basis of information collection. It is a statement of minimum acceptable quality of a person to be placed on the job. It is specified the standard by which the qualities of the person are measured. The job analyst prepares such a statement taking into consideration the skills required in the performing the job properly. Such statement is used to selecting person matching with the job. ഡെവലപ്പിംഗ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് തൊഴിൽ പ്രത്യേകതകൾ വികസിപ്പിക്കൽ. എന്താണെന്ന് നോക്കാം. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജോലിയുടെ പ്രത്യേകതകളും തയ്യാറാക്കുന്നത്. ജോലിയിൽ ഉൾപ്പെടുത്തേണ്ട വ്യക്തിയുടെ ഏറ്റവും കുറഞ്ഞ സ്വീകാര്യമായ ഗുണങ്ങളുടെ ഒരു പ്രസ്താവനത്തിലാണിത്. വ്യക്തിയുടെ ഗുണങ്ങൾ അളക്കുന്ന മാനദണ്ഡം ഇത് വ്യക്തമാക്കുന്നു. ജോലി ശരിയായി നിർവഹിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ കണക്കിലെടുത്ത് ജോബ് അനാലിസ്റ്റ് അത്തരം പ്രസ്താവന തയ്യാറാക്കുന്നു. ജോലിയുമായി പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തതിൽ അത്തരം പ്രസ്താവന ഉപയോഗിക്കുന്നു. അപ്പം ഇത്രയുമാണ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസിൽ പറയുന്ന സ്റ്റെപ്സ്. Organizing and planning for the program, obtaining current job design information, conducting needs research, establishing priorities in the job to be analyzed, collecting job data, redesigning the job, preparing job description, developing specification. Thank you.